സാധിക്കുന്നത്? ആ സ്രഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടികളെയും ഖബറുകളെയും എങ്ങനെയാണ് മനുഷ്യന് ആരാധിക്കാൻ സാധിക്കുന്നത്? മലയാളത്തിലെ പ്രസിദ്ധ കവിയായ വയലാറിന്റെ മനോഹരമായ ഒരു കവിതയുണ്ട്, ഒരാൾ ഒരു ദൈവം കൂടി എന്നൊരു കവിത. രണ്ടു കാലിലും മല പോലെ മന്തുള്ള കുണ്ടുണ്ണി മേനവൻ എന്ന് പറയുന്ന വ്യക്തിയെ ദൈവമാക്കുന്ന സംഭവമാണ് കവി മനോഹരമായി വിവരിക്കുന്നത്. ദാരിദ്ര്യം കാരണം 2 പെൺകുട്ടികൾ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. ഏകമകൻ പാർട്ടി ഓഫീസിൽ അന്തിയുറങ്ങുന്നു. അങ്ങനെ കടക്കേണി കാരണം വീട് ജപ്തി ചെയ്യാനായിട്ട് ലോനപ്പൻ മുതലാളി വരികയാണ്. ആ തറവാടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കുണ്ടുണ്ണി മേനവന്റെ അവസ്ഥ കവി മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. ഒറ്റക്കിറങ്ങി നടന്നു വഴിയിലേക്കൊപ്പം നടക്കുവാൻ തന്നിഴൽ മാത്രമായി, മുൻപിൽ കിഴക്കോട്ട് നീളും നിഴലിന്റെ പിന്നിൽ നിഴൽ പോലിറങ്ങി തിരിക്കവേ, അത്തറവാട്ടിൽ ഈ ജന്മത്തു മന്തുകാൽ കുത്തുമെന്നോർത്തില്ല കുണ്ടുണ്ണി മേനവൻ. അങ്ങനെ തറവാട്ടിൽ ഇനി ജന്മത്ത് കാലുകുത്തുവാൻ കഴിയുമെന്ന് കരുതിയില്ലായിരുന്നു കുണ്ടുണ്ണി മേനവൻ. ഈ അദ്ദേഹത്തിൽ നിന്നും ഈ തറവാട് വാങ്ങിയ ലോനപ്പൻ മുതലാളി ആ തറവാട് പൊളിച്ച് മാളിക പണിയാനായിട്ട് ആ സർപ്പക്കാവിലെ മരം വെട്ടാൻ ശ്രമിച്ചപ്പോൾ പണിക്കാർ അതിന് തയ്യാറായില്ല. പണിക്കാരും തയ്യാറായില്ല. ഈ സന്ദർഭത്തിൽ ലോനപ്പൻ മുതലാളി കോടാലി എടുത്തിട്ട് ആ ഉണക്കമരത്തിൽ ആഞ്ഞു വെട്ടുന്നു. ആ ഉണക്കമരത്തിൽ കൊണ്ട് കോടാലി തിരിച്ച് ലോനപ്പൻ മുതലാളിയുടെ നെഞ്ചിൽ തറക്കുകയും ലോനപ്പൻ മുതലാളി മരിക്കുകയും ചെയ്യുന്നു. വാർത്ത കേട്ട് ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയ സന്ദർഭത്തിൽ വെളിച്ചപ്പാട് വന്ന് തുള്ളിക്കൊണ്ട് അലറി, കുണ്ടുണ്ണി മേനവനെ വിളിക്കൂ, അയാൾക്ക് തറവാട് തിരിച്ചു നൽകൂ. അങ്ങനെ മേനവന്റെ മേൽ അമാനുഷികത അടിച്ചേൽപ്പിക്കപ്പെട്ടു. മേനവൻ മനുഷ്യ ദൈവമായി തീർന്നു. രോഗങ്ങൾ മാറ്റാൻ തുടങ്ങി, പ്രവചനങ്ങൾ നടത്താൻ തുടങ്ങി. ഒരുപാട് പണം അദ്ദേഹത്തിന് ലഭിച്ചു തുടങ്ങി. അങ്ങനെ 2 കാലുള്ള മന്തുൽ ഒരു കാല് മന്തുള്ള കാലെടുത്ത് കാറിൽ കയറാൻ പോകുന്ന സന്ദർഭത്തിൽ ഒരു കൊച്ചുകുട്ടി ഇത് കണ്ടിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കവി വിവരിക്കുന്നത്. സാധിക്കുകില്ലേ ഭഗവാന് പോലും ഈ സാറിന്റെ കാലിലെ മന്തു മാറ്റിയിടുവാൻ? രോഗങ്ങൾ മാറ്റുന്ന, ഭാവി പ്രവചിക്കുന്ന ഈ മനുഷ്യന് എന്തേ സ്വന്തം കാലിലെ മന്തു മാറ്റാൻ സാധിക്കാത്തത്? അല്ലെങ്കിൽ ഇടനിലക്കാരായി ഈ മനുഷ്യൻ നിൽക്കുമ്പോൾ ഭഗവാൻ എന്തുകൊണ്ടാ കാലിലെ മന്തു മാറ്റി കൊടുക്കാൻ സാധിക്കുന്നില്ല? നിങ്ങൾ മിറക്കിൾ TV കണ്ടു കാണും. തളർന്ന പാദങ്ങളുമായിട്ട് വരുന്ന ആളെ പ്രാർത്ഥിച്ച് യേശുവിന്റെ പേര് പറയുമ്പോഴേക്കും അയാൾ ഓടിച്ചാടി നടക്കുന്നു. മുസ്ലിം പേരുള്ള ആളുകൾ പോലും ചോദിച്ചിട്ടുണ്ട്, ഇത് മഹാ അത്ഭുതമല്ലേ എന്ന്. എന്തേ മനുഷ്യൻ ചിന്തിക്കാത്തത്? ക്യാൻസർ മാറ്റി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, ട്യൂമർ മാറ്റി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, തളർന്ന പാദങ്ങൾ ശരിയാക്കി കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ, ഒരു വിരലില്ലാത്ത ആൾക്ക് വിരലുണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കേണ്ടേ? കാലില്ലാത്ത ഒരാൾക്ക് കാലുണ്ടാക്കി കൊടുക്കാൻ സാധിക്കേണ്ടേ? ആ കുട്ടി ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അത് ചോദിക്കാൻ സാധിക്കാത്തതാണ് ഈ കാലഘട്ടത്തിന്റെ ദുഃഖവും ദുരന്തവുമെല്ലാം. ഈ മനുഷ്യ സമൂഹത്തെ യഥാർത്ഥ പ്രകാശത്തിലേക്ക് നയിക്കാൻ പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് അവതരിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മനുഷ്യ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് നീതി, എന്താണ് അനീതി എന്നെല്ലാം. 1400 വർഷങ്ങൾക്ക് മുൻപ് അന്ധകാരത്തിന്റെ ആഴങ്ങളിലേക്ക് മനുഷ്യ സമൂഹം വീണുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് ചുറ്റുപാടും പൂട്ടിയ താഴുകളും അടഞ്ഞ കവാടങ്ങളുമായിരുന്നു. താഴിട്ട് പൂട്ടിയ മനുഷ്യ ചിന്ത അത് തുറക്കുന്നതിൽ ചിന്തകരും തത്വജ്ഞാനികളും പരാജയപ്പെട്ടു. അടഞ്ഞുകിടന്ന മനുഷ്യ മനസ്സാക്ഷി മാർഗനിർദ്ദേശകർക്കും ഉപദേശകർക്കും അത് തുറക്കുവാൻ കഴിഞ്ഞില്ല. പ്രതികരണശേഷി നഷ്ടപ്പെട്ട് ഉറങ്ങിക്കിടന്ന മനുഷ്യ ഹൃദയങ്ങൾ ചുറ്റുപാടുമുള്ള ദുരന്തങ്ങൾക്കും സംഭവ വികാസങ്ങൾക്കും അവയെ ഉണർത്തുവാൻ സാധ്യമായില്ല. മരവിച്ചുപോയ പ്രതിഭകൾ അവയെ സചേതനമാക്കുന്നതിൽ വിദ്യയും ശിക്ഷണവും സമൂഹവും പരിസ്ഥിതിയും പരാജയപ്പെട്ടു. വിദ്യാലയങ്ങളും അടഞ്ഞുകിടന്നു. അധ്യാപകർക്കോ ശിക്ഷകർക്കോ അത് തുറക്കുവാൻ സാധ്യമായില്ല. നീതിപീഠങ്ങളും പൂട്ടിക്കിടന്നു. മർദ്ദിതർക്കോ അന്യായക്കാർക്കോ അത് തുറപ്പിക്കുവാൻ പറ്റിയില്ല. താറുമാറായ കുടുംബ ബന്ധങ്ങൾ അത് വ്യവസ്ഥാപിതമാക്കുന്നതിൽ സാമൂഹിക പരിഷ്കർത്താക്കളും ധിഷണാശാലികളും പരാജയപ്പെട്ടു. ധനികരുടെ ഖജനാവുകളും പൂട്ടിക്കിടന്നു. അനാഥകളുടെ നൊമ്പരങ്ങൾക്കും വിധവകളുടെ തേങ്ങലുകൾക്കും അവയെ തുറപ്പിക്കുവാൻ സാധ്യമായില്ല. ഭരണകർത്താക്കളുടെ കൊട്ടാരങ്ങളും പൂട്ടിക്കിടന്നു. അധ്വാനിക്കുന്ന തൊഴിലാളിക്കും വിയർപ്പൊഴുക്കുന്ന കർഷകനും അവയെ തുറപ്പിക്കുവാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ഈ പൂട്ടിയ താഴുകളും അടഞ്ഞ കവാടങ്ങളും തുറപ്പിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കാതിരുന്നത്? അത് തുറക്കുവാൻ പറ്റിയ താക്കോലുകൾ അവരുടെ കൈവശമില്ലായിരുന്നു. അങ്ങനെ മനുഷ്യനെ ഇതിൽ അഭയം തേടണമെന്നറിയാതെ ഏതോ കൂരിരുട്ടിലെ കണ്ടുപോകുന്ന സന്ദർഭത്തിൽ നശ്വരങ്ങളായ മനുഷ്യർക്കിടയിൽ നിന്നും നിരക്ഷരനായ ഒരു മനുഷ്യനെ പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് തിരഞ്ഞെടുക്കുകയും സ്രഷ്ടാവിന്റെ സന്ദേശമായ വിശുദ്ധ ഖുർആൻ കരങ്ങളിൽ അർപ്പിക്കുകയും ചെയ്തു. സ്രഷ്ടാവിന്റെ സന്ദേശമാകുന്ന
വിശുദ്ധ ഖുർആൻ എന്ന താക്കോൽ കൊണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടഞ്ഞോരോ കവാടങ്ങളും പൂട്ടിയോരോ താടുകളും തുറന്നു. സൃഷ്ടാവിന്റെ സന്ദേശമാകുന്ന ഖുർആൻ എന്ന താക്കോൽ മനുഷ്യ ചിന്ത എന്ന താഴിലിട്ടപ്പോൾ ചക്രവാള സീമകളിലും സ്വശരീരങ്ങളിലുമുള്ള അനേക ദൃഷ്ടാന്തങ്ങളിലേക്ക് മനുഷ്യ ചിന്തയെ ഉണർത്തുകയും വിഗ്രഹാരാധനയുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അർത്ഥശൂന്യത അവരെ ബോധ്യപ്പെടുത്തുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനകർഹനാരുമില്ല ഏകനായ സൃഷ്ടാവല്ലാതെ എന്ന സൃഷ്ടാവിന്റെ സന്ദേശത്തിലേക്ക് അത് മനുഷ്യ സമൂഹത്തെ ഉയർത്തുകയും ചെയ്തു. സൃഷ്ടാവിന്റെ സന്ദേശമാകുന്ന വിശുദ്ധ ഖുർആൻ എന്ന താക്കോൽ പാപപങ്കിലമായ മനസ്സുകളിട്ടപ്പോൾ പാപം വെറുക്കാത്ത, അസത്യത്തെ സഹിക്കാത്ത മനസ്സുകളായി തീർന്നു. എത്രത്തോളം എന്നാൽ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള വചനങ്ങൾ അവതീർണമായപ്പോൾ മദ്യത്തിന്റെ ബാരലുകൾ തെരുവുകളിലേക്ക് ഒഴുക്കിക്കൊണ്ട് മദ്യവിൽപ്പന ജീവിതത്തിൽ ഒരിക്കൽ പോലും നടത്തുകയില്ല എന്ന് മദ്യവ്യാപാരികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കാനും, ചുണ്ടോടടിപ്പിച്ച മദ്യത്തിന്റെ കോപ്പകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം രുചിക്കുക പോലും ചെയ്യില്ല എന്ന മദ്യപാനികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കാനും, വ്യഭിചരിച്ച പുരുഷനെയും സ്ത്രീയെയും സ്വമേധയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിക്കുകയും ത്വഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങിപ്പിക്കാനും അത് പ്രേരിപ്പിച്ചു. ഈ ഒരു പരിവർത്തനമാണ്, ഈ മാറ്റമാണ് ഖുർആൻ ഉണ്ടാക്കിയത്. ഈ ഒരു മാറ്റമാണ് മനുഷ്യ സമൂഹത്തിന്റെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തോട് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പരലോകത്തിനു വേണ്ടി മാത്രമല്ല, ഇഹലോകത്തിനും വേണ്ടി ജീവിക്കണം. നിങ്ങൾ പ്രൊഫഷണൽ വിദ്യാർത്ഥികളാണ്. ഈ പ്രൊഫഷനിൽ നിങ്ങളും ഒരുപാട് ഉയരേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സുകളിൽ ഒരുപാട് കഴിവുകളുണ്ട്. എത്ര കഴിവുകൾ നിങ്ങളുടെ മനസ്സുകളിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നതല്ല പ്രാധാന്യം. നിങ്ങളുടെ മനസ്സുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കഴിവെങ്കിലും കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാം. നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് വിജയിക്കുവാൻ സാധിക്കും. പലപ്പോഴും മുസ്ലിം വിദ്യാർത്ഥികളിലെല്ലാം നാം കണ്ടുവരുന്നൊരു പ്രതിഭാസം ഒരു അപകർഷതാബോധമാണ്. നമ്മുടെ കഴിവുകൾ നാം കണ്ടെത്തണം, നാം വിജയിക്കണം, നമ്മുടെ സമൂഹത്തിൽ നാം ഒരു മുതൽക്കൂട്ടായി തീരണം. ആദ്യമായിട്ട് നാം നീന്തുവാൻ ശ്രമിച്ചപ്പോൾ നാം വെള്ളം കുടിച്ചിട്ടില്ലേ? ആദ്യമായിട്ട് നടക്കാൻ ശ്രമിച്ചപ്പോൾ നാം വീണിട്ടില്ലേ? എന്തുകൊണ്ട് നാം ഭയന്നിരിക്കണം? നമ്മുടെ കഴിവുകൾ കണ്ടെത്തി നാം വിജയിക്കണം. വിജയിക്കുമ്പോഴും നമ്മുടെ മനസ്സുകളിലൊന്നുണ്ടാകണം. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് രോഗികളുണ്ട്, പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നാം അയാളെ സംബന്ധിച്ച് പറയും ഹീസ് എ സക്സസ്ഫുൾ ഡോക്ടർ എന്ന്. ഒരു അഭിഭാഷകൻ ഒരുപാട് കേസുകളുണ്ടെങ്കിൽ നാം ആ അഭിഭാഷകനെ സംബന്ധിച്ച് പറയും ഹീസ് എ സക്സസ്ഫുൾ ലോയർ എന്ന്. ഒരു ബിസിനസ്സുകാരൻ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ നാം പറയും ഹീസ് എ സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്ന്. എന്നാൽ അയാൾ ഒരു പിതാവ് എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, ഒരു പുത്രൻ എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, ഒരു സഹോദരി എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, ഒരു പൗരൻ എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ പരാജയമാണ് എങ്കിൽ, എല്ലാത്തിനും ഉപരിയായി പ്രപഞ്ചനാഥന്റെ മുമ്പിൽ അയാൾ ഒരു പരാജയമാണ് എങ്കിൽ നമുക്ക് അയാൾ വിജയിച്ചു എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും വിജയിച്ച വ്യക്തികളായി തീരാൻ ശ്രമിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഹ്രസ്വമായ സമയം മാത്രമേയുള്ളൂ. പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ് 30 മിനിറ്റുള്ളൂ. അതുകൊണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ മാത്രം ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മൽ ഈമാനി വത്തൗബ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും. എവിഡൻസ് ബേസ്ഡ് ഫെയ്ത്ത് എന്ന ഈ സെഷൻ തുറന്ന ചോദ്യോത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഗേൾസിന്റെയും ബോയ്സിന്റെയും സൈഡിൽ മൈക്ക് പോയിന്റ്സ് ഉണ്ട്, കോഡ്ലെസ് മൈക്ക് ഉണ്ട്. നിങ്ങൾ അവിടെ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ അവിടേക്ക് വരും. ആളുകളുടെ പ്രാതിനിധ്യം അനുസരിച്ച് 2 ക്വസ്റ്റ്യൻസ് ബോയ്സിനും 3rd ക്വസ്റ്റ്യൻ ഗേൾസിനും പോകും. അസ്സലാമു അലൈക്കും. ഞാൻ സക്കരിയ, ബിടെക് ആണ്. 7-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായ അറബികൾക്ക് വേണ്ടി മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു നിയമം ഇന്നും ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ അനുസരിക്കണമെന്നും അതനുസരിച്ച് ജീവിക്കണമെന്നും പറയുന്നതിൽ എന്താണ് പ്രസക്തി? 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന